ബഫർ സോൺ വിഷയത്തിൽ തീർപ്പാക്കാനുള്ള 5000-ഓളം പരാതികളിൽ 2995 പരാതികളും വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടത്. ലഭിച്ച പരാതികളുടെ ബാഹുല്യമാണ് പരാതികൾ തീർപ്പാക്കാൻ വൈകുന്നതിനും കാരണം. സംസ്ഥാനത്തെ 82 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലെ എല്ലാ പരാതികളും തീർപ്പായപ്പോൾ 10 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഇനിയും പരാതികൾ തീർപ്പാക്കാനുണ്ട്. ബഫർ സോൺ മാപ്പിൽ ഒഴിവാക്കപ്പെട്ട നിർമ്മിതികളുടെ കൂട്ടിച്ചേർക്കലിനായി ലഭിച്ച ആകെ പരാതികൾ 65,106. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ഇതിൽ തീർപ്പാക്കിയത് 60,032 എണ്ണം. 5,074 പരാതികൾ തീർപ്പാക്കാൻ ബാക്കി. ഇതിൽ 2,995 പരാതികളും വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണുമായി ബന്ധപ്പെട്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. ഇവിടെ ലഭിച്ച 16,543 പരാതികളിൽ 13,548 എണ്ണമാണ് പരിഹരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരാതി വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ബാഹുല്യമാണ് പരാതി പരിഹാരം വൈകാൻ കാരണവും. ഇവിടെ ബഫർ സോൺ പരിധിയിൽ വരുന്ന 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ സുൽത്താൻ ബത്തേരി നഗരസഭ, നെന്മേനി, പൂതാടി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, തിരുനെല്ലി പഞ്ചായത്തുകളിലാണ് പരാതികൾ തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. വയനാടിനെ കൂടാതെ പീച്ചി, പറമ്പിക്കുളം എന്നിവിടങ്ങളിലും പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പീച്ചിയിലും പറമ്പിക്കുളത്തും 2 വീതം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് ഇനിയും പരാതികളുള്ളത്. മറ്റെല്ലാ സംരക്ഷിത വനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും തീർപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ബഫർ സോൺ പരിധിയിൽ വരുന്ന 92 തദ്ദേശ സ്ഥാപനങ്ങളിൽ 82 ഇടങ്ങളിലാണ് എല്ലാ പരാതികളും പരിഹരിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ 77,427 നിർമ്മിതികൾ ഭൂപടത്തിൽ കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായതും വയനാട് വന്യജീവി സങ്കേതത്തോടനുബന്ധിച്ചുള്ള പരാതികളിലാണ്. 16,335 നിർമ്മാണങ്ങളാണ് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.